രേഖ എന്ന പെൺകുട്ടി അവരുടെ നാട്ടിലെ തന്നെ അർജുൻ എന്ന പയ്യനുമായിട്ട് പ്രണയത്തിലാണ്. പക്ഷേ ഈ ഒരു കാര്യമൊന്നും അവളുടെ വീട്ടിൽ ആർക്കും തന്നെ അറിയത്തേയില്ല. എന്നാൽ ഒരു ദിവസം രേഖയും അർജുനും ചാറ്റ് ചെയ്യുകയായിരുന്നു. ചാറ്റ് ചെയ്യുന്നതിനിടയിൽ വെച്ച് അവനാണെങ്കിൽ വീഡിയോ കോൾ വിളിക്കുകയും രേഖയോട് മോശമായിട്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അത് കേട്ട് രേഖയ്ക്ക് വല്ലാതെ ദേഷ്യമൊന്ന് കോള് കട്ട് ചെയ്ത് കളയും. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അച്ഛൻ ചൂട് കാരണം സിറ്റ് ഔട്ടിൽ കിടക്കുകയാണ്. ഡോറും അടച്ചിട്ടേയില്ല. രേഖയോട് പോയി കിടന്ന് ഉറങ്ങുവാനായിട്ടും അച്ഛൻ പറയുന്നു. റൂമിലേക്ക് എത്തിയ രേഖ വീണ്ടും അർജുന് മെസ്സേജ് അയക്കും. അവൾക്കാണെങ്കിൽ അങ്ങനെ വഴക്ക് പറഞ്ഞതിൽ കുറ്റബോധം തോന്നും. സോറി പറയുന്ന സമയത്ത് അർജുൻ തിരിച്ചയക്കുന്നതോ നീ റൂമിന്റെ വാതിൽ തുറക്ക് എന്ന മെസ്സേജ് ആയിരുന്നു. അവൾ റൂമിന്റെ വാതിൽ തുറക്കുമ്പോഴോ അർജുൻ അകത്തേക്ക് വരും. അച്ഛൻ അറിയാതെ അകത്തേക്ക് കയറിയെന്നാണ് അർജുൻ പറഞ്ഞത്. അങ്ങനെ രണ്ടുപേരും ഫിസിക്കൽ റിലേഷൻഷിപ്പിലും ഏർപ്പെടുന്നു. അതേസമയമായിരുന്നു അർജുൻ ഒരു കാര്യം അവളോട് പറയുന്നത്. അവളുടെ വീട്ടിൽ ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു. എപ്പോഴും അത് കുരച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അർജുനാണ് ആ നായ്ക്കുട്ടിയെ കൊന്നുകളഞ്ഞത്. അത് കേൾക്കുന്നതും രേഖയ്ക്ക് വല്ലാതെ സങ്കടം വരും. അർജുന്റെ സ്വഭാവത്തെക്കുറിച്ചാണ് രേഖ ചിന്തിക്കുന്നതും. വീണ്ടും അവൻ അവളുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടു. എന്നിട്ട് ആരും അറിയാതെ നൈസിന് വീട്ടിൽ നിന്ന് പോവുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ രേഖ ഉറക്കമുണരുന്നത് അവളുടെ അമ്മയുടെ കരച്ചിൽ കേട്ടുകൊണ്ടാണ്. ചൂട് കാരണം പുറത്തിറങ്ങി കിടന്ന അച്ഛൻ മരണപ്പെട്ടു കിടക്കുന്നു. അത് കാരണം രേഖയ്ക്ക് ആകെ സംശയം. കാരണം തലേ ദിവസം തന്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ള അർജുനാണോ അച്ഛനെ കൊന്നത് എന്ന സംശയം ഉണ്ടാകുന്നു. ഒരാരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന ആളായിരുന്നില്ല അച്ഛൻ. ഒരു കുഴപ്പവുമില്ലാതെ കൂളായിട്ട് പുറത്തിറങ്ങി കിടന്ന അച്ഛന് പിറ്റേ ദിവസം മരിച്ചു കിടക്കണമെങ്കിൽ അതിന് പിന്നിൽ അർജുനാണോ എന്ന സംശയമുണ്ടാകുന്നു. അർജുനെ കോൾ ചെയ്തിട്ടും അവൻ എടുക്കുന്നതേയില്ല.